ആരാ ഇവരൊക്കെ? നിന്റെ പരിചയക്കാരാണോ? ഇവരെല്ലാം എന്റെ ബന്ധുക്കാരാ. ഇപ്പുറത്ത് നിൽക്കുന്നത് എന്റെ മാമനാ. അത് വല്യച്ഛൻ, ചെറിയച്ഛൻ, എന്റെ ചേട്ടൻ. എന്തിനാ മേഡം ഞാൻ നോക്കി പേടിപ്പിക്കുന്നത്? അവരുടെ കയ്യിൽ ആയുധങ്ങൾ കണ്ട് എന്റെ കാറ്റ് പോയിരിക്കുക. ഒന്ന് വാ മേഡം. വന്ന കാര്യമൊക്കെ കഴിഞ്ഞോ? ഇതുപോലെയൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ നാടേ കണ്ടുള്ളൂ. ഈ മാതിരി പണിക്കൊക്കെ ഞങ്ങളുടെ നാടേ കണ്ടുള്ളൂ. നിങ്ങള് നിനക്കറിയില്ല ഈ നാട്ടുകാരി ഒന്നും. ചേട്ടന്മാരെ, നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കാന്നാ തോന്നുന്നത്. എന്താ തെറ്റ് എന്താ ശരിയെന്നൊക്കെ നീ ഞങ്ങളെ പഠിപ്പിക്കാൻ നോക്കണം. ഇവനോടൊന്നും സംസാരിച്ചിട്ടൊരു കാര്യമില്ല. ഇവനൊക്കെ നാട്ടുകൂടത്തിൽ കൊണ്ടുപോയി മര്യാദ പഠിപ്പിക്കണം. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് വേണ്ടാതിനും കാണിക്കണം. നിർത്ത. എന്താടാ സോമ പ്രശ്നം? ചേട്ടാ, ചേട്ടനൊന്നും പറയണ്ട. ഇവന്റെ നാളെ കൊടുത്ത നീ ഒന്ന് അടങ്ങ്. എടാ, നാട്ടുകാര് കൂടിക്കഴിഞ്ഞാ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കണ്ടാവും. എനിക്കത് ഇഷ്ടമല്ല. ആദ്യം എന്താ കാര്യം എന്ന് ചോദിച്ച് മനസ്സിലാക്കാം. യവനോടൊക്കെ എന്ത് സംസാരിക്കാനാ? ഒരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് സോമ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണ്ട. അതെ, ആരാ നിങ്ങളൊക്കെ? ഇവിടെ എന്താ നിങ്ങൾക്ക് കാര്യം? ഇനി സോമം പറയുന്ന പോലെ വല്ലതാണോ? അയ്യോ അല്ല സാറ, കാര്യം അതൊന്നല്ല. അത് ഞാൻ വിശ്വസിച്ചടാ. നിങ്ങൾ എന്തിനാ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വന്നേ? നീ ഇവളുമായിട്ട് എന്താ ബന്ധമെന്ന് പറ. നിങ്ങൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരാ? അത് പിന്നെ ഞങ്ങള്. എന്താടാ നീ ഉത്തരം പറയാത്തെ? എന്തേലും കുഴപ്പമുണ്ടാക്കിട്ട് ഇങ്ങോട്ട് വന്നതാ? എടി പെണ്ണെ, ഈ ചെറുക്കൻ നിന്റെ ആരാന്ന് പറ. കല്യാണം കഴിഞ്ഞാണോ നിങ്ങളുടെ? ഇവര് വിടുന്ന തോന്നുന്നില്ല. എന്തെങ്കിലും മോണ പറഞ്ഞു വിടുന്ന സ്കൂട്ടായേ പറ്റൂ. ചോദിക്കുന്ന കേട്ടില്ലേ? വരട്ടെ വരട്ടെ, നിനക്ക് പേടിക്കണ്ട. കാര്യം ഞാൻ തന്നെ പറഞ്ഞോളാം. എല്ലാം ഞാൻ പറഞ്ഞോളാം. എന്താ കാര്യം സാർ? ഇയാൾക്ക് കുറച്ച് നാണം കൂടുതലാ. അതുകൊണ്ട് ആളുടെ ഭാഗവും ഞാൻ തന്നെ പറയാം. ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയാണ്. ഇവൻ പറയുന്നത് സത്യമാണോ കൊച്ചേ? ചേട്ടാ, ഇവൻ കള്ളം പറയാ. ഞാൻ ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കും. നീ ഒന്ന് അടങ്ങി നിൽക്ക് സോമ. കാര്യം എന്താന്ന് ആദ്യം ഒരു പറയട്ടെ. സർ, എല്ലാം ഞാൻ തന്നെ പറയാന്നേ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി വന്നതാ സാറേ. വരുന്ന വഴിയിൽ വെച്ചേ വണ്ടി ഒന്ന് കേടായി. പിന്നെ അവിടെ നിന്ന് നടന്നു വരുന്ന വഴിയിൽ വഴി ഒന്ന് തെറ്റിപ്പോവുകയും ചെയ്തു. എന്താ ചെയ്യേണ്ടത് ഒരു പിടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ചേട്ടാ, ഇവൻ പിന്നെയും കള്ളം പറഞ്ഞോണ്ടിരിക്കുക. നിന്നോട് മിണ്ടാ നിൽക്കാൻ പറഞ്ഞില്ലേ? സത്യമാണോ കള്ളാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇവരെ കണ്ടിട്ട് കുഴപ്പക്കാരാണെന്നൊന്നും തോന്നുന്നില്ല. വിട്ടുകളേടാ. അല്ലേടാ, ഞാൻ പറയുന്ന അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എല്ലാരും പോവാൻ നോക്ക. നടക്ക് നടക്ക്, പോ എല്ലാരും. വണ്ടി റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണെന്നല്ലേ പറഞ്ഞേ? അത് റെഡിയാവുന്നവരെ എന്റെ വീട്ടിൽ താമസിക്കാം. വേണ്ട സാർ, വേണ്ട, കുഴപ്പമില്ല. ഇതുപോലെ ബുദ്ധിമുട്ടിലായ ആളുകളെ എനിക്ക് അങ്ങനെ കൈവിടാൻ പറ്റില്ല. മിണ്ടാതെ എന്റെ കൂടെ വരാൻ നോക്കണം. അതുകൊണ്ടല്ല. അതെ, വരാൻ പറഞ്ഞ കൂടെ അങ്ങ് വന്നോളണം. വാ വാ വാ, വേം വാ. സാറ് സാറേ, ഒന്നേ, എനിക്ക് വഴിയറിയില്ല. മരുമോനെ, എന്താ ഇത്? സിഗരറ്റിന്റെ മണം വരുന്നുണ്ടല്ലോ. മരുമോനെ, മരുമോനെ, നിനക്ക് സിഗരറ്റിന്റെ മണം വരുന്നുണ്ടോ? വരുന്നുണ്ട്. ആരോ ഈ വീട്ടില് നല്ല കാര്യമായിട്ട് സിഗരറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. വാ മരുമോനെ, വാ. ഹലോ അങ്കിളെ. എന്താ? സിഗരറ്റിന്റെ സ്മെല്ല് വരുന്നത് ഈ റൂമിൽ തന്നെ. നിന്റെ റൂമിന്നോ? ഇവിടെ ആരാ വന്ന് സിഗരറ്റ് വലിക്കാൻ? വേറെ ആര്? ഞാൻ തന്നെ. നീ വീണ്ടും സിഗരറ്റ്? വാട്ട്സ് റോങ്? അതിന് ഇത്രയും ഷോക്കാവേണ്ട കാര്യമുണ്ടോ?
ഞാനൊരു സിഗരറ്റല്ലേ വലിച്ചുള്ളൂ. നീ സിഗരറ്റ് വലി നിർത്തിയതല്ലേ? വീണ്ടും തുടങ്ങിയതാണോ? അതെ, നിർത്തണമെന്ന് തോന്നി ഞാൻ നിർത്തി. ഇപ്പൊ എനിക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ വലിച്ചു. എന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അതൊക്കെ എനിക്ക് ചെയ്യണം അങ്കിളെ. അത് അങ്കിളിന് അറിയാവുന്നല്ലേ. നീ ശിവാനിയെ പരിചയപ്പെട്ടത് മുതൽ മാറി തുടങ്ങിയതാണല്ലോ. നീ എന്താ വീണ്ടും പഴയതുപോലെ ആവാൻ നോക്കാം? അല്ലട മോനെ, അളിയനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ബാക്കി വച്ചേക്കില്ല. ഓ കമോൺ അങ്കിളെ, അങ്കിൾ ഈ ജനറേഷൻ അല്ലേ, കുറച്ചെങ്കിലും മോഡേൺ ആയിട്ട് ചിന്തിക്കാൻ പാടില്ല. ഞാൻ ശിവാനിയെ പരിചയപ്പെട്ടോണ്ട് ആ സിഗരറ്റ് വലി നിർത്തിയൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് വലിക്കണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് നിർത്തിയതാ. അതുകൊണ്ട് മാത്രമാണ് വിട്ടത്. അങ്കിളിന് വലിക്കണോ? ഞാൻ നിന്റെ മാമനടാ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞില്ല അങ്കിളെ, ടേക്ക് ഇറ്റ് ഈസി. അല്ല, ഇവൻ വീണ്ടും പഴയതുപോലെ ആയി വരികയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ വാ 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 മക്കളെ, പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ വീട് പോലെ കണ്ടാ മതി. ശ്രുതി, അവളാ എന്റെ ശ്രീമതി. ആരാ വന്നിരിക്കുന്ന നോക്കിയേ? ആരൊക്കെ ഇവര്? നവദമ്പതികളാ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുക. എവിടെ വെച്ച് ഇവരെ കണ്ടേ? എവിടെയും വെച്ച് കണ്ടതല്ല, പാവങ്ങള് നാട് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. വരുന്ന വഴിക്ക് ഇവരുടെ കാറ് കേടായേ. രണ്ടാളും അങ്ങനെ നടന്നു വരുമ്പോ എന്റെ മുമ്പിൽ വന്ന് പെട്ടതാ. കണ്ടാലറിയാം, നല്ല ഐശ്വര്യമുള്ള രണ്ട് പിള്ളേരാ. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് തൃശ്ശൂല്, പിന്നെ ദേ ഇത് ശിവാനി. പേരെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഭാര്യ ഭർത്താവാണോ? മുഖം കാണുമ്പോഴേ മനസ്സിലാകും ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? ലവ് മാരേജ് അല്ലേ ആയിരിക്കും. ഇക്കാലത്തെ കുട്ടികളൊക്കെ ആരെ എപ്പോ വേണമെങ്കിലും കല്യാണം കഴിക്കും. അല്ല, നിങ്ങൾ എങ്ങനെ പ്രേമിച്ചു തുടങ്ങിയ? കൊച്ചുവന്റെ ആദ്യം വന്ന് ഇഷ്ടാണെന്ന് പറഞ്ഞു കാണൂല്ലേ? ഓ അതെ അതെ, ഇയാൾ എന്നോട് വന്ന് ആദ്യം പ്രപ്പോസ് ചെയ്തതാ. ഇപ്പൊ നോക്ക്, കണ്ടപ്പോഴെനിക്ക് പെട്ടെന്ന് മനസ്സിലായി. നീ കാണാൻ സുന്ദരനാണ്, അവള് ലക്ഷ്മിയെ പോലെ ഉണ്ട്. രണ്ടുപേരും ചേരാൻ കഴിഞ്ഞത് വലിയ പുണ്യ. പുണ്യം തന്നെയാ, മഹാപുണ്യം. അങ്കിൾ, ഇനി അങ്കിളും കുറച്ചു നേരം പുകഴ്ത്തിയേക്ക്. പുകഴ്ത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആണുങ്ങളുടെ പുകഴ്ത്തലൊക്കെ കല്യാണത്തോടെ തീർന്നു. കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവരാ പുകഴ്ത്തുന്നേ. നമ്മള് കേട്ടിരുന്നാ മതി. വരൂ വരൂ, ഇരിക്ക്. ഓക്കെ, താങ്ക് യു. അങ്കിൾ, വീടൊക്കെ വളരെ സൂപ്പർ ആയിട്ടുണ്ട്. അങ്കിൾ, ആന്റി, ഒരു മനസ്സിലായി മനസ്സിലായി. പോയിട്ട് വാ. നവദമ്പതികളാട്ടോ. ആ പെങ്കൊച്ച് ശരിക്കും നിന്നെ പോലെ തന്നെ. ആ പയ്യനാണെങ്കിലോ എന്നെ പോലെ തന്നെ. ഞാൻ മുതലാളിയുടെ വീട്ടിലേക്ക് പോവാം. മധു, പൊയ്ക്കോ. നിങ്ങൾക്ക് അതല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ലല്ലോ. രാത്രി ഇങ്ങോട്ട് വരുന്നത് ഉറങ്ങാൻ വേണ്ടി മാത്രം. നേരം വെളുത്ത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാൻ വേണം, അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. നേരം വെളുക്കും നിന്റെ വായാലും നല്ലതൊന്നും വരില്ല മധു. നല്ലത് സംസാരിക്കാൻ സമ്മതിക്കും നിങ്ങള്. തൃശ്ശൂർ ഇവിടുന്ന് പോയിട്ട് 3 ദിവസം കഴിഞ്ഞു. അവനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം നിങ്ങൾക്കുണ്ടോ? അവനെ മുതലാളി പറഞ്ഞുവിട്ടിരിക്കുന്നത്. അവന് സന്തോഷമായിരിക്കും. അവൻ അവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങളുടെ മുതലാളി അവനെ പൂവിന്റെ മെത്തയിൽ കിടക്കാൻ വിട്ടതല്ലോ. ആരും ചെയ്യാത്ത ഏതെങ്കിലും ഏടാകൂടം ചെയ്യാൻ വേണ്ടി വിട്ടതായിരിക്കും അവനെ. നിങ്ങളുടെ മകനോ വലിയ ഹീറോ ആണല്ലോ. അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് ഏറ്റെടുത്ത് പോയിട്ടുണ്ടാവും. എന്തിനാ അവിടെ തുപ്പുന്നത്? തുപ്പണെങ്കിൽ എന്റെ മുഖത്ത് തുപ്പ്. മധു, കാപ്പിയിൽ കരടുണ്ടായിരുന്നു, അത് തുപ്പിക്കളഞ്ഞതാ. നിന്റെ മോനെ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവന്റെ മേലെ അത്ര വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ. അതിൽ സന്തോഷിക്കടി. അതെന്തോ പറയാറില്ലേ, വീട്ടിലെ ധിക്കാരിയാണ് നാട്ടിൽ ഉപകാരിന്ന്. അച്ഛന്റെ മകന്റെ സ്വഭാവം അതുപോലെ തന്നെയാ. അവൻ എവിടെ പോയതാന്ന് വല്ലതും അറിയൂ നിങ്ങൾക്ക്? അവൻ എവിടെയാണെന്നൊന്ന് അന്വേഷിക്കെങ്കിലും ചെയ്യ്. കുറഞ്ഞ പക്ഷം അവനെ ഫോണെങ്കിലും ചെയ്ത് നോക്ക്. ഫോൺ ചെയ്ത് നോക്കിയതാ, നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. അവൻ എവിടെയായാലും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും. എന്താന്നറിയോ, അവൻ നമ്മുടെ മോനാ. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ തിരിച്ചു വന്നാലെങ്കിലും അവന് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്ക്. അവൻ യജമാനന്റെ വീട്ടിൽ പണിയെടുത്തതൊക്കെ മതി. ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നുണ്ട്, എന്താ കുഴപ്പം? നല്ല കാര്യമില്ലേ? നല്ലതാണെന്നോ? വളരെ നല്ലതാ. ഒരു കയ്യുമില്ല കണക്കുമില്ല. വീട്ടു ജോലി മുതലേ എല്ലാ ജോലിയും അവനെ കൊണ്ട് തനിയെ ചെയ്യിക്കും. ആയിക്കോട്ടെ, ഞാനിപ്പോ എന്താണോ വേണ്ടേ? അവൻ തിരിച്ചു വന്നാൽ ഉടനെ അവന്റെ ജീവിതത്തിന് ഒരു വഴി കാണിക്കും.
ശരി, അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പൊ സമയം എത്രയെന്നറിയോ? എനിക്ക് ഇറങ്ങണം. അതെ, നിങ്ങളോട് നിങ്ങളുടെ മകനോട് സംസാരിക്കുന്നത് വെറുതെയാ. പോത്തിനോട് വേദം ഓതുന്ന പോലെയാ. ഞാൻ മാത്രം വീട്ടിൽ ഇങ്ങനെ ആദ്യം പിടിച്ച് ഉരുക്കി തീരണം. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ എന്ത്? നീ ഒരു മരം മണ്ടിയാണെന്ന്. അതെ. കൂടുതലൊന്നും പറയണ്ട മാഡം. മാഡത്തിന്റെ തൊണ്ട ശരിയാക്കിയപ്പോഴേ മനസ്സിലായി മാഡം കത്തിജ്വലിച്ച് പൊട്ടിത്തെറിക്കാൻ നിൽക്കുകയാണെന്ന്. നിനക്ക് എന്ത് മനസ്സിലായിന്നാ പറയുന്നേ? അവരെന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നു, അതിനൊക്കെ തലയാട്ടിക്കൊണ്ട് സമ്മതിക്കാണല്ലോ നീ. അതൊക്കെ കള്ളാണെന്ന് പറയാൻ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്തോ ഒരു നാണക്കേട് തോന്നും. പരിഹസിച്ച് സംസാരിക്കലേ തൃശൂൽ. സത്യം പറ, നമ്മള് ഭാര്യയും ഭർത്താവാണോ? ചില കാരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ രണ്ടുപേരും പ്രേമിക്കുന്നുണ്ടോ? എന്റെ ഒരു അഭിപ്രായം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. തൃശൂൽ, മാഡം ഒന്ന് പതുക്കെ പറ. വെറുതെ എന്തെങ്കിലും ഒച്ചെടുക്കുന്നു. അവരെ ഞാൻ കേട്ട് കഴിഞ്ഞവരാക്ക് പ്രശ്നമാവില്ലേ? നമ്മുടെ ഇടയിൽ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞിട്ടും എന്തിനാ അവരോട് കള്ളം പറയാൻ പോയേ? അത് പിന്നെ അവിടെ പറഞ്ഞല്ലോ, അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തെന്ന് മാത്രം. വെറുതെ ഒരു സംശയിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. വിചാരിച്ചാ തന്നെ നിനക്ക് എന്താ പ്രശ്നം? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കിടന്നുകൊണ്ടല്ല അയാൾക്ക് സംശയം തോന്നിയത്. ഞാൻ ഭർത്താവാണെന്ന് പറയാതെ വേറൊരു വഴി എനിക്കുണ്ടായിരുന്നില്ല. അതിന് നീ എന്റെ ഭർത്താവാണെന്നൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഡ്രൈവർ ആണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്താ മാഡം ഇത്? പിന്നെയും പിന്നെയും എന്റെ ഫാമിലി പ്രൊഫഷണൽ ആണുള്ള സബ്ജക്ട്. മാഡം, ഞാനേ ഡ്രൈവറൊന്നും അല്ല. അങ്ങനെയൊന്നും പറയാനും പറ്റില്ല എനിക്ക്. എന്തോ ഒരു ഫ്ലോയില് ഭാര്യയും ഭർത്താവാണെന്ന് ഞാനങ്ങ് പറഞ്ഞു. തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഞാൻ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? ഇല്ല, ഞാൻ ഇപ്പൊ തന്നെ പോയി അവരോട് സത്യം എല്ലാം പറയാൻ പോവാ. ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. പോവാനായിട്ട് വണ്ടിയൊന്നുമില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യുന്ന? നടന്നു പോകും ഞാൻ. ഹലോ മാഡം, എക്സ്ക്യൂസ് മീ. അമിത വേഗം അപകടമാണെന്ന് പല ഗവൺമെന്റുകൾ പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മാഡത്തിന് പോണോന്ന് പറഞ്ഞ അയാൾ വിടുന്നാണോ? വടിയെടുത്ത് പടപടന്ന് 4 ചന്തിക്ക് തരും. ഓ, ആ അങ്കിളിനെ നേരിടാൻ പോലും നിന്നെ കൊണ്ടാവില്ല അല്ലേ? അയാളെയൊക്കെ ഇപ്പൊ ആര് പേടിക്കാനാ? പക്ഷെ അയാളുടെ കൂടെ ഈ നാട് മൊത്തം ഉണ്ടല്ലോ മാഡം. അവര് നമ്മളെ ചുമ്മാ വിടുന്നാണ് വിചാരിക്കുന്നത്. ഈ നാടിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഇനി പോലീസ് സ്റ്റേഷനിലെങ്ങാനും പിടിച്ചുകൊണ്ട് പോയി ആൾമാറാട്ടം നടത്തിയെന്ന് പറഞ്ഞാൽ മൊത്തം നാട്ടുകാരുടെ മുമ്പിൽ എന്റെ നാണോ മാനം പോവില്ലേ? അതൊന്നും വേണ്ട, ചുമ്മാതിരിക്കും മാഡം. മാഡം പ്ലീസ് മാഡം. മാഡം മാഡം പ്ലീസ് മാഡം, ഒരല്പം അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? ഞാൻ അവരോട് പോയി സംസാരിച്ച് ഇവിടുന്ന് പോകാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യാം. അതുപോലെ ഉറപ്പായിട്ട് സംസാരിക്കും. അവരെ കൊണ്ട് സമ്മതിപ്പിക്കോ? ചോദിക്കുന്നത് കേട്ടില്ലേ? വാക്കുകളാണ് എന്റെ വജ്രായുധം തന്നെ. നോക്കിക്കോ, അവരോടൊക്കെ എങ്ങനെയാണ് സംസാരിച്ച് നിങ്ങളെ ഞാൻ സ്വതന്ത്രയാക്കുന്നതെന്ന്. വരൂ പ്രിയ എന്റെ കൂടെ. ഒന്ന് വാ മാഡം. നീ പറയുന്നു അതോ ഞാൻ തന്നെ പറയണോ? മാഡം ഒന്ന് തിരക്ക് പിടിക്കാതിരിക്കും. ഞാൻ നല്ലൊരു അടിപൊളി സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നോക്കിക്കോ എന്റെ പെർഫോമൻസ്. എന്താ അത്? രണ്ടാളും സ്വകാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. എന്താ കാര്യം? എന്താ അതൊന്നുമില്ല അങ്കിള്. മനസ്സിലാവുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്വകാര്യ നിമിഷങ്ങളാ അല്ലേ? അത് പിന്നെ ഞങ്ങള് പെട്ടെന്ന് പോവാന്ന് മാത്രം പറയരുത്. ഞങ്ങളുടെ വീട്ടിലേക്ക് സാക്ഷാൽ ശിവപാർവതിമാരായിട്ട് വന്നതാ. ഞങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാതെ പോകരുത്. നിങ്ങളുടെ കാറ് റെഡിയാവുന്നവരെ ഇവിടെ സന്തോഷമായിട്ട് കഴിയാം. വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം. അയ്യോ, എന്താ അത് മോളെ? കല്യാണം അടുത്ത് കഴിഞ്ഞതല്ലേ ഉള്ളൂ. കുറച്ചു ദിവസം സുഖമായി ഇവിടെ താമസിക്കാം. മാഡം, ഇവരുടെ സംസാരം കേട്ടിട്ട് ഒരാഴ്ചത്തേക്ക് നമ്മൾ വിടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇനി കണ്ടു എന്റെ കളി. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു നോക്ക്. അത് പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. എങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ നിർബന്ധിക്കുമ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്കിൾ, എങ്കിലും എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനോ? ഞങ്ങളിവിടെ വെറും 2 ദിവസം മാത്രമേ നിൽക്കുള്ളൂ. 2 ദിവസമല്ലേ? സന്തോഷമായിരിക്കും. കാറ് റെഡിയായ ഉടനെ നിങ്ങളങ്ങ് പോലും കരുതി വിഷമിച്ചിരിക്കായിരുന്നു. ഇനിയിപ്പൊ അവനെ വിളിച്ച് പറയാം, കാറ് പതുക്കെ ശരിയാക്കി തന്നാ മതിയെന്ന്. നിങ്ങൾ വേഗം കുളിച്ച് റെഡിയാവാൻ നോക്ക്. ഞങ്ങള് കഴിക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്താ പറ. അതിനു മുമ്പേ പ്രധാനപ്പെട്ട ഒരു കാര്യം. മനസ്സിലായി. അങ്ങോട്ട് ചെല്ലേ, കേറി നിക്ക്. ശിവാനി, ഇതൊന്ന് വാങ്ങിക്കും മോളെ. ഇതെന്താ ആന്റി ഇത്? ഇത് നിന്റെ ഭർത്താവിനാ. നിങ്ങൾ പുതുതായി കല്യാണം കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് തലയിൽ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് കൊടുക്കണം. എന്നാലും നിന്റെ ഭർത്താവിന് നിന്നോട് ഇഷ്ടം കൂടുള്ളൂ. ചെയ്തു. നീ ഇങ്ങോട്ട് വന്നേ.
നിനക്കൊരു കാര്യം അറിയോ? നിന്റെ ആളെ കാണാൻ സുന്ദരനാട്ടോ, ചെറുപ്പക്കാരനും കൂടിയാ. വേറെ പെൺകുട്ടിയായിട്ട് സഹവാസം ഉണ്ടെങ്കിലേ അതൊക്കെ എണ്ണ തേച്ച് കൊടുക്കുമ്പോ നിനക്ക് മനസ്സിലാകും. അവന്റെ ദേഹത്ത് എന്തെങ്കിലും പാടുകൾ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമല്ലോ. നിനക്കത് ചോദിക്കുകയും ചെയ്യാം. ശരിയല്ലേ? നോക്കടാ മോനെ, ഭാര്യയുടെ കൈകൊണ്ട് നല്ല എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്യുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാ. എൻജോയ് ചെയ്യടാ. ഞങ്ങളുടെ സ്നേഹത്തിന്റെ രഹസ്യം ഈ എണ്ണ തന്നെയാ. ആ ശ്രു, എനിക്ക് മനസ്സിലായി. നമ്മൾ ഇനി കട്ടുറുമ്പ വാ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അഡ്വാൻറ്റേജ് എടുക്കണോ നീ? ഞാനിതൊന്നും ചെയ്യില്ല. നിനക്കിനി അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയി അവരോട് സത്യങ്ങൾ പറയും. അയ്യോ മാഡം, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്? വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കല്ലേ. പിന്നെ എന്തിനാ ചിരിച്ചേ? അല്ല മാഡം, അല്ലെങ്കിൽ ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നടക്കാം. അങ്ങനെ ഒരു സമയത്ത് അവർ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞ പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കുക? നോക്ക്, എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ കൊണ്ടൊരു പണിയേ. നീ എന്താന്ന് വെച്ചാ കാണിക്കും. ഹലോ മാഡം, കൂളായിട്ടിരിക്കുന്നേ. എനിക്കെന്താ പ്രശ്നം? ഇപ്പൊ എന്താ, മാഡത്തിന് എണ്ണ തേപ്പിക്കാൻ പറ്റില്ല, പക്ഷെ അവർക്ക് മാഡം എണ്ണ തേപ്പിക്കുന്ന പോലെ തോന്നണം. അത്രയുള്ള കാര്യം. മാഡം വേറെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട, വേഗം നടക്ക്. നടക്ക് മാഡം, ഞാൻ നോക്കിക്കൊള്ളാന്നേ. വാന്നേ. നിങ്ങളിത് ശ്രദ്ധിച്ചോ? എനിക്ക് അവർ രണ്ടുപേരെയും കണ്ടിട്ടേ ഭാര്യയും ഭർത്താവുമാണെന്ന് തോന്നുന്നേ ഇല്ല. ആ കുട്ടിയുടെ കഴുത്തിലാണെങ്കിൽ താലിയില്ല. വേറെ എന്തൊക്കെയോ ചില സംശയങ്ങളും ഉണ്ട്. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടീ, അവരൊക്കെ ഈ കാലത്തെ കുട്ടികളല്ലേ. ഇതിപ്പോ കാലം മാറി. ഇന്നത്തെ കാലത്തെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല മാറ്റങ്ങളും ഇല്ലേ. കഴുത്തിൽ താലി പോലും ഇല്ല, ഫാഷനാണെന്നാ പറയുന്നേ. എന്തൊക്കെയാണാവോ, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവര് ഭാര്യ ഭർത്താക്കന്മാരാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 100% അവര് ഭാര്യയും ഭർത്താവും തന്നെ. നിനക്കിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കാന്നേ. വാ, നടക്ക്. സാർ, ഞാനിവിടെ വന്നിട്ടുണ്ട്. നന്നാക്കിയിട്ട് ഞാൻ വണ്ടി അങ്ങ് എത്തിക്കാം. ടെൻഷൻ അടിക്കണ്ട. വീട്ടിലേക്കല്ലേ? ആ ശരി സാർ, ഓക്കെ. പ്രശാന്തേ, ആരുടെ കാറിലത്? ചേട്ടാ, ആരോ ടൗണിൽ നിന്ന് വന്നവരാ. അവര് ജഗന്നാഥേട്ടന്റെ വീട്ടിലുണ്ട്. കാർ ശരിയാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അങ്ങനെയാണോ? ആ, അവരിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? ആ, കാർ അവിടെ കൊണ്ടെത്തിക്കുന്നിടം വരെ അവരവിടെ ഉണ്ടാവും. ആ പിന്നെ, ആ ജഗ്ഗി പറഞ്ഞ പയ്യനെ കിട്ടിയിട്ടുണ്ട്. അതേന്നേ, ഇവിടെ എന്റെ നാട്ടിലുണ്ട്. എന്താ മാഡം, എണ്ണ തേപ്പിക്കാൻ റെഡിയാണോ? വാവ്, ഞാൻ എന്ത് ഭാഗ്യവാനാണോ നോക്കി. ജീവിതാരംഭത്തിലെ എല്ലാ ഭാഗ്യങ്ങളും കിട്ടിയില്ലേ. ശരി, എണ്ണ തേപ്പിച്ചോ, ലേറ്റ് ആക്കണ്ട. തൃശൂൽ മാഡം തമാശ പറഞ്ഞതാ. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ടെന്നേ. കഥയിൽ ഇനിയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത്. നോക്കി. എന്താ ചെയ്യാൻ പോകുന്ന നീ? ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചേക്ക് മാഡം. ഇങ്ങോട്ട് നോക്കണ്ട. ശിവാനി, ശിവാനി, മതി മതി, അത്രയ്ക്ക് എണ്ണ ഇടണ്ട. ഓ മതി മതി എന്റെ കൂട്ടാ. എന്താ നീ പറയുന്നേ? ഞാനാണോ നിനക്ക് എണ്ണ തേച്ചു തരുന്നേ? മാഡം, അവരെ പറ്റിക്കാൻ ഇതാണ് ബെസ്റ്റ് മാർഗം. നമ്മുടെ കാര്യത്തിൽ അവർക്ക് സംശയം തോന്നരുതല്ലോ. അതിന് വേണ്ടിയിട്ടല്ല ഈ സൗണ്ട് എഫക്ട്സ് ഒക്കെ. എങ്ങനെയുണ്ട് മാഡം? ഇനി മാഡത്തിന് വേണമെങ്കിൽ കുറച്ച് എണ്ണ വെച്ചോ, അടിപൊളിയായിപ്പോൾ. എനിക്ക് അതിന്റെ കാര്യമൊന്നുമില്ല. പ്ലീസ് മാഡം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാഡം ഒന്നും ചെയ്യാതിരുന്ന എങ്ങനെ? നമ്മുടെ കാര്യത്തിൽ അവർക്ക് സംശയം തോന്നിയ പ്രശ്നമാണ്. പ്ലീസ് മാഡം, കുറച്ച് മതിന്നേ. ശരി. ആഹാ, തലയെല്ലാം കൂളാവുന്നുണ്ട്. ശിവാനി, മെല്ലെ മെല്ലെ, ഇത്രയും പ്രഷറിലൊന്നും ചെയ്യില്ലേ. കഴിഞ്ഞു കഴിഞ്ഞു തൃശൂൽ, ഇപ്പൊ തീരും. എന്തായാലും ഇപ്പൊ നമുക്ക് സത്യം മനസ്സിലാവുമല്ലോ. ശിവാനി, എന്റെ ബാക്ക് കല്ലൊന്നുമല്ല. നിനക്കൊന്ന് പതുക്കെ തേച്ചൂടെ? എണ്ണ ശരീരത്തിൽ നന്നായിട്ട് പിടിക്കണമെങ്കിലേ ഇങ്ങനെ തേച്ചാലേ പറ്റൂ. നിങ്ങളൊന്ന് അടങ്ങിയിരുന്നാ മതി. ആഹാ, ഇപ്പൊ നല്ല റിലാക്സ് ആയിട്ടുണ്ട്.
ഇങ്ങനെ നുള്ളല്ല മോളെ, പതുക്കെ. കേട്ടില്ലേ നീ? എത്ര അടുപ്പത്തിൽ അവർ രണ്ടാളും കഴിയുന്നേ. ചുമ്മാ ഇങ്ങനെ സംശയിക്കില്ലേ? അവര് ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാണെന്നേ. എനിക്കെന്തോ ഇനി സംശയം മാറിയിട്ടില്ല. ഞാനിപ്പോ അകത്ത് കയറി നോക്കിയിട്ട് വരാം. വേണ്ട ശ്രു. നിങ്ങൾ വെറുതെ ഇരി. നാട്ടുകാരെ തല്ലുകൊണ്ട് ചാവാതെ നിന്നെയൊക്കെ രക്ഷിച്ചു കൊണ്ടുവന്നതാ. ആ എന്നെ തന്നെ പറ്റിക്കാന്ന് കരുതി അല്ലേ? സത്യം പറ, നിങ്ങൾ രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരല്ല. അങ്ങനെ എനിക്കിതങ്ങ് പുറത്തു തരാൻ പറ്റില്ല.